everyone, welcome to iFor Education. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഹാപ്പിയാണ്, കാരണം ഒന്ന് വിഷുവിന്റെ ദിവസമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഐഫറിന്റെ വളരെ നല്ലൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ CUET PGന്റെ റിസൾട്ട് ഇന്ന് മോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഐഫറിന് നല്ലൊരു റിസൾട്ട്, ഒരുപാട് സന്തോഷം തരുന്ന ഒരു റിസൾട്ട് ഐഫറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പോലെ തന്നെ നമുക്ക് CUETയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സ്റ്റുഡൻസിന്റെ സ്വപ്നമാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവരെ കൈപിടിച്ചെത്തിക്കാൻ ഐഫറും കൂടെ അതിൻ്റെ ഒരു പാർട്ടായി അവരുടെ സ്വപ്നത്തിൽ എന്നുള്ളതൊക്കെ വി ആർ സോ ഹാപ്പി. സോ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ എന്നോടൊപ്പം നമ്മുടെ CUET കോർഡിനേറ്റർ ആയിട്ടുള്ള CUET PG കോർഡിനേറ്റർ ഹെഡ് ആയിട്ടുള്ള അഭിനുണ്ട്. അഭി, can you hear me? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഹൗ ആർ യു ഫീലിംഗ്? ലൈക്ക് റിസൾട്ട് വന്നു, ഒരുപാട് ടൈം ആയിട്ട് നിങ്ങളുടെ ഒക്കെ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് വന്നു, നമ്മളുടെ ഒരു കൂട്ടായ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് വന്നു. അപ്പം ഹൗ ഡു യു ഫീൽ? ലൈക്ക് വളരെ ഹാപ്പിയാണ്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ 2 ദിവസം മുന്നേ ആൻസർ കീ ചലഞ്ച് വന്നു, ഇന്നലെ ആൻസർ കീ വന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും കാലത്തൊരു എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്കുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മളെ ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പൊ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും അധികം റിസൾട്ട് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിനും ഇത്ര ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ എന്തായാലും അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന കുറെ പേര് നോക്കുന്നു, കുറെ പേര് വിഷുവിന്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് നോക്കിയിട്ടില്ല, കുറെ പേര് ടെൻഷൻ അടിച്ചിട്ട് നോക്കിയിട്ടില്ല. അവരൊക്കെ ഇപ്പൊ നോക്കുന്നുണ്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഹാപ്പിയാണ്. ഓക്കെ, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ, നമ്മളുടെ ഒരു മിത്ര സിസ്റ്റർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള മെന്റേഴ്സ്, ഫാക്കൽറ്റീസ്, എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഒരു എൻഡ് റിസൾട്ട് ഫൈനലി എത്തിയിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് ഒക്കെ ഏകദേശം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അവർക്ക് സ്കോർ കാർഡ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഒരു ചോദ്യം, യെസ്, അവർക്ക് സ്കോർ കാർഡ് വന്നു, ഒക്കെ കിട്ടി, വാട്ട് ഇസ് നെക്സ്റ്റ്? ഇനി എന്താണ് പ്രൊസീജിയേഴ്സ്? ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. കാരണം CUET എല്ലാവരും കോമൺ ആയിട്ട് ഒരു എക്സാം എഴുതിയിട്ടാണ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ജാമ്യ ആയിരിക്കും ഫോക്കസ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഡൽഹി ആയിരിക്കും, വേറെ കർണാടക ആയിരിക്കും, വേറെ പോണ്ടിച്ചേരി ആയിരിക്കും. സോ ഇവരൊക്കെ എങ്ങനെ ഈ ഒരൊറ്റ ഒന്നിൽ നിന്ന് ഡൈവേഴ്സ് ആയിട്ട് കിടക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് അവരെങ്ങനെ എത്തിപ്പെടും, അവരെങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. ഓക്കെ, ഷുവർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പല സ്റ്റുഡൻസിനും അറിയില്ല. ജസ്റ്റ് അവർ അപ്ലൈ ചെയ്തു, സാധാ ഒരു എക്സാം ഒക്കെ പോലെ അപ്ലൈ ചെയ്ത് റിസൾട്ട് വരുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വിളിക്കുന്നു. അങ്ങനെയല്ല CUETയുടെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒക്കെ എഴുതിയ ആളുകളുണ്ട്, അവർക്കൊരു ഐഡിയ കിട്ടിക്കാണ്. CUETയുടെ ഡിഫറൻസ് വരുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളൊരു എക്സാം എഴുതി റിസൾട്ട് വന്നു, പക്ഷെ റിസൾട്ട് വന്നതോടുകൂടി NTയുടെ റോള് കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ റോള്, മറ്റ് യൂണിവേഴ്സിറ്റികളുടെ റോളുകളൊക്കെ വരുന്നത്. അതായത് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഓരോരോ യൂണിവേഴ്സിറ്റി അവരുടെ പോർട്ടലുകൾ ഓപ്പൺ ചെയ്യും. ആ പോർട്ടലുകളിലേക്ക് നമ്മൾക്ക് ഇപ്പൊ CUET 2024 ആണെങ്കിൽ 2024 മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് നമ്മള് ചില യൂണിവേഴ്സിറ്റികൾക്ക് പേയ്മെന്റ് ഉണ്ടാവും, ചില യൂണിവേഴ്സിറ്റികൾ പേയ്മെന്റ് ഉണ്ടാവില്ല. അതൊരു ഡിഫറെന്റ് ആയിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയസ് അനുസരിച്ച് നമുക്ക് വരും ദിവസങ്ങൾ അത് അറിയാൻ പറ്റും. അപ്പൊ ആ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയണം. അപ്ലൈ ചെയ്തിട്ട് എന്തായിരിക്കും, ആ യൂണിവേഴ്സിറ്റി അതിനൊരു സിറ്റിംഗ് വിളിക്കും, അല്ലെങ്കിൽ അവരൊരു ഫൈനൽ ലിസ്റ്റ് ഇടും. അതിന് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകും. അങ്ങനെ വിളിക്കുന്നതിന് ചിലപ്പോൾ ആ ലിസ്റ്റിലുള്ള ആളുകളെ ഇന്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ സിറ്റിങ്ങിന് വിളിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരൊരു ഫൈനൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫൈനൽ ലിസ്റ്റിൽ വരുന്ന ആളുകൾക്കായിരിക്കും ആ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈദരാബാദ് ആണെങ്കിൽ ഹൈദരാബാദിൽ നമ്മൾ അവരുടെ പോർട്ടൽ ഓപ്പൺ ആവും. ആ പോർട്ടലിലേക്ക് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ CUETയുടെ മാർക്ക് വെച്ച് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും, നമ്മൾ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഡേറ്റ് ഇങ്ങനെയാണ്, സിറ്റിംഗ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അവർ റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നമുക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ പ്രാവശ്യം അല്ലെങ്കിൽ CUETയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് എന്നൊരു സാധനം ഇല്ല. മറ്റ് എക്സാമുകളെ പോലെ ഇത്ര മാർക്ക് കിട്ടിയാലേ കിട്ടിയത് 100 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് സീറ്റ് കിട്ടാൻ സാധ്യതകളുണ്ട്. ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. അത് ഓരോ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 250 എബോ മാർക്ക് കിട്ടിയ കുറച്ച് പേരുണ്ട്, ഒരു 10 പേരാണുള്ളത്.
സൈക്കോളജിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് 250 എബോ മാർക്ക് കിട്ടിയവർ അപ്ലൈ ചെയ്തു. ഒബിയസ്ലി അവർ 10-20 സീറ്റ് ഉണ്ടെങ്കിൽ ആ 20 സീറ്റ് ഫുൾ. അങ്ങനെ വരുന്ന ആളുകൾ എന്തായിരിക്കും, അവർ വേറൊരു യൂണിവേഴ്സിറ്റി, ഇപ്പൊ വേറെ ഏതെങ്കിലും ഹൈദരാബാദോ വേറെ ഏതെങ്കിലും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ കിട്ടി അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഈ സീറ്റ് വീണ്ടും ഇവിടെ ബാലൻസ് ആവും. അങ്ങനെ വരുന്ന സീറ്റുകളിലേക്ക് അവർക്ക് എന്തായിരിക്കും, അവർ വീണ്ടും റീസിറ്റിംഗ് വിളിക്കും, താഴെയുള്ള സ്റ്റുഡൻസിന് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സാധ്യത പറഞ്ഞാല് മെജോറിറ്റി സ്റ്റുഡൻസിനും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റികളിൽ സൈറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്ന ടൈമിൽ മുഴുവൻ സ്റ്റുഡൻസും അവരേക്ക് ഈ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നതാണ് പ്രധാന ഘടകം. അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് സീറ്റ് കിട്ടുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം വേറൊരു പ്രത്യേകതയുണ്ട്, അവരൊരു ടോപ്പ് സ്കോറേഴ്സിനെ ഈ പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്ട് വൈസ്. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. Yes, please. We would like to see it. Okay, Apo. Yes. Okay. Your screen is visible. Yes. It's sharing. Okay. ഇതാണ് ഞാൻ. One second. Okay. Yes, now it's visible. ഓക്കെ, ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു സബ്ജക്ട് വൈസ് ടോപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെ കോഡ് അനുസരിച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാം. ഇപ്പോ COQP 12 ആണ് നമ്മുടെ MBA കോഡ് വരുന്നത്. അപ്പൊ MBA ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 299 മാർക്കാണ്. നോട്ട് 295 മാർക്കാണ് MBA ടോപ്പ് ആയിട്ട് കിട്ടിയ കുട്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളുണ്ട്, കോമേഴ്സ് ആണെങ്കിലും ഇക്കണോമിക്സ് ആണ്. കോമേഴ്സിനൊക്കെ COQP 08 207 ടോപ്പ് മാർക്ക്. അതായത് 300 നമുക്ക് മാർക്ക് വരുന്നത്. അത് 75 ക്വസ്റ്റ്യൻസ് ആണ്. ഈ പ്രാവശ്യമുള്ള ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയായിരുന്നു, പേപ്പർ മെയിൻ പേപ്പർ തന്നെ. അതുകൊണ്ട് 75 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ച് 300 മാർക്കായിരുന്നു നമ്മുടെ ടോപ്പ് മാർക്ക് വരുന്നത്. അപ്പൊ ഓരോ സബ്ജക്ട് വെച്ചിട്ട് ഡിഫറെന്റ് ആണ് റാങ്കുകൾ കിട്ടിയേക്കുന്നത്. ഇപ്പൊ കോമേഴ്സിന്റെ ടോപ്പ് മാർക്ക് 207, അതായത് 200. അപ്പൊ എന്തായിരിക്കും, 50 അബോവ് കിട്ടിയ മെജോറിറ്റി സ്റ്റുഡൻസിന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൽ താഴേക്ക് വരുന്ന സ്റ്റുഡൻസിന് വരെ സീറ്റ് കിട്ടിയേക്കാം. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്തായിരിക്കാം, നിങ്ങളുടെയൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റി അപ്ലൈ, ഓരോ സബ്ജക്റ്റിനും വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് എടുത്ത് നോക്കാം, ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ 225 ഫസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. അതുപോലെ സൈക്കോളജി QP 20 കോഡ് 300 തന്നെയാണ് ഫസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. അപ്പോ ഏറ്റവും അടിപൊളിയായിട്ട് ആ കുട്ടി പഠിച്ചെഴുതിയിട്ടുണ്ട്. ആ കുട്ടിയുടെ റാങ്ക് 300 തന്നെ കിട്ടിയിട്ടുണ്ട് മാർക്ക്. അപ്പൊ ഫസ്റ്റ് റാങ്ക് ആയിട്ട് വന്നൊക്കെ 300 സൈക്കോളജി കിട്ടിയത്. അപ്പൊ അതിൽ കുറച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയിരുന്നു അത്? Yes, it's clear. ഓക്കെ, അത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഘടകം അത് തന്നെയാണ്. കാരണം ഈ പ്രാവശ്യം കുട്ടികൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഏകദേശം ഈ പേപ്പറിന് എത്രയായിരുന്നു ടോപ്പ് മാർക്ക് കിട്ടിയത്, അപ്പൊ എനിക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ അത് നോക്കുക. അതിനകത്ത് നിങ്ങളുടെ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെ വരുന്നത് അതിന്റെ അടുത്ത പ്രൊസീജിയർ, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും വരിക എന്നുള്ളതായിരിക്കും അടുത്ത ആളുകളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഹർഷി, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? Yes, you can. അതിന്റെ നെറ്റ്വർക്ക് ചെറിയൊരു ലാഗ് ഉള്ളത് കൊണ്ടുള്ള ഒരു സ്റ്റെക്കിംഗ് വരുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, അതും താലൂക്ക് ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ നേരിട്ട് പോയി ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. കേരളത്തിൽ മാത്രമേ ഈ ഒരു അക്ഷയ സിസ്റ്റം നിലവിലുള്ളൂ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ മാത്രമേ
അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഹാർഡ് കോപ്പി തന്നെ വേണം എന്നുള്ള രീതിയിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെയാണോ, അതോ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് പുതിയ അങ്ങനെയുള്ള അപ്ഡേഷൻസ്? യെസ്. ഓക്കെ, നല്ല ഒരു തന്നെയായിരുന്നു. കാരണം ഈ പ്രാവശ്യം എങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും സർട്ടിഫിക്കറ്റിനൊക്കെ വാലിഡിറ്റി 1 ഇയറിലേക്കും ലൈഫ് ലോങ്ങിലേക്കും കുറെ സർട്ടിഫിക്കറ്റ് ചേഞ്ചസ് വന്നിട്ട്, മറ്റു നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാകുമ്പോൾ 3 മന്തിലേക്ക് ഉണ്ടായിരുന്നത്, അതൊക്കെ മാറി 1 ഇയറിലേക്കും ലൈഫ് ലോങ്ങിലേക്കും മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം NCL സർട്ടിഫിക്കറ്റ് ആണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ സെൻട്രൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് തന്നെ മേടിക്കണം. NCL സർട്ടിഫിക്കറ്റ് സെൻട്രൽ പർപ്പസ് എന്ന് തന്നെ പറഞ്ഞ് താലൂക്കിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഉണ്ടാവും. അക്ഷയ വഴി തന്നെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ഒരു ലാഗ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓരോ റിസർവേഷൻ കാറ്റഗറി വരുന്ന ആളുകളുണ്ടാവും. റിസർവേഷൻ കാറ്റഗറിയിൽ സീറ്റുകൾ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ധരിക്കണം, അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകം തന്നെയാണ്. അത് OBC ആണെങ്കിലും SC ST ആണെങ്കിലും OBH, അതുപോലെ മറ്റ് വരുന്ന ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടോ, പിന്നെ PWD, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്പ് ആയ ആളുകൾക്ക് വരുന്നുണ്ട്, PH വരുന്നുണ്ട്. അതുപോലൊക്കെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക. കാരണം ഓരോന്നിനും ഓരോ സീറ്റിന്റെ വേക്കൻസികൾ അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അതിന് എങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഫസ്റ്റ് തന്നെ NTA പുറത്തിറക്കിയ നമ്മളൊരു ബ്രോഷർ ഉണ്ട്. ബ്രോഷർ അല്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീറ്റ് റിസർവേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റിന് PH എത്ര വരുന്നുണ്ട്, SC ST എങ്ങനെയാണ് സീറ്റുകൾ വേക്കന്റ് ആയി വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി, നമ്മുടെ സൈറ്റിനകത്ത് തന്നെ ഉണ്ടത്. പിന്നെ വരുന്നത് നമ്മളുടെ മാർക്ക് തന്നെയാണ്, ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും തന്നെയാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്ന് കൺസോൾട്ടേറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു വെക്കുക. യൂണിവേഴ്സിറ്റികൾ പോർട്ടൽ ഓപ്പൺ ആവുന്ന ടൈമിൽ എന്തായിരിക്കുക നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ അടുത്ത പ്രധാനപ്പെട്ട ഘടകം. അത് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ ആയിരുന്നോ, നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചത്, ഇതിന്റെയൊക്കെ പോർട്ടലുകൾ ഓപ്പൺ ആവുന്നത് എന്നാണെന്നുള്ളതൊക്കെ നോക്കി അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ പറ്റുന്ന രീതിയിൽ എല്ലാ യൂണിവേഴ്സിറ്റിന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന രീതിയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് അബിൻ. അപ്പോൾ നമ്മൾ ഐഫറിന് ഈ പ്രാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് വി ആർ ഹാപ്പി ഫോർ യു. പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സ്കോർ കുറഞ്ഞു പോയവരൊക്കെ, കാരണം ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്നിട്ടുള്ള ഒരൊറ്റ എക്സാമിൻ്റെ ടോട്ടൽ സ്കോറാണ്. അപ്പോൾ ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ ഒരു എക്സാമിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഒരു 30+ സീറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും സബ്ജക്റ്റുകൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പായിട്ടും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് പോലെയുള്ള നിങ്ങൾക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. എപ്പോൾ വേണമെങ്കിലും ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ നോട്ടിഫിക്കേഷൻസ് പുറത്ത് വിടുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പണിങ്ങിൻ്റെ സമയത്തും എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഐഫറിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി വിഷു. Yeah, bye everyone. Abin, let's conclude it, and thank you so much for sharing these things. Thank you Ashim. വിഷുവിൻ്റെ ദിവസം നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.